ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഒരു പുതിയൊരു അടിപൊളി ഐറ്റമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാ നല്ല കിടുക്കാച്ചി അയല വറുത്തതാണ്. നല്ല സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടാണ് നമ്മളത് വറുത്തെടുത്തേക്കുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് മസാല തയ്യാറാക്കണം. അപ്പം നമ്മളിതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവാപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഉലുവാപ്പൊടി നിർബന്ധമാണല്ലോ. അപ്പം നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത ഉലുവപ്പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണേ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല നൈസ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3 ടീസ്പൂണോളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊരു അത്യാവശ്യം നല്ല വലിയ വലുപ്പമുള്ള ഒരു 3 അയല മീനിനെടുത്തിട്ടുണ്ട്. ഈ ഒരു മീനിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു മസാല അല്ല കേട്ടോ, അല്ലാതെ വേറൊരു അടിപൊളി മസാലയും കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ആദ്യം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് തേച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പ് കൂടണ്ട, നമ്മൾ ലാസ്റ്റ് ഇടുന്ന മസാലയ്ക്കും കൂടെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് മതിയാകും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ് കേട്ടോ, വിനാഗിരി. അപ്പം നമ്മൾ അതൊരു 2 ടീസ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി സുർക്ക ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ നീര് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്കിത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു മീൻ വറുത്ത ഉണ്ടാവില്ല, നല്ലൊരു ടേസ്റ്റ് അല്ലേ. അതിന് പുറത്ത് നല്ല മസാലയൊക്കെ ഉണ്ടാവും. നമ്മളല്ലാതെ മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വറുത്താൽ ആ ഒരു മസാല കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ച മീനുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മളിതുപോലെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് വത്തൽ മീൻ ഇതുപോലെ ചെയ്ത് വെച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വത്തൽ മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നത്തോലി, അതും ഇതുപോലെ നമ്മൾ വേറൊരു മസാലയാണ് ഇട്ടത്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ദാ ഇവിടെ നമ്മൾ മസാലയൊക്കെ തേച്ച് നമ്മുടെ അയല മീനെ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു 15 മിനിറ്റ് 20 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു രീതിയിൽ 2 വലിയ ഉള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരുണ്ട് വെളുത്തുള്ളി, നമ്മളങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ മസാല കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാവും നല്ലത്. കൂടുതൽ എടുത്താൽ അത്രയും നല്ലത്. കാരണം ഈ മസാല മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നാക്കി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നേരെ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ അതിൻ്റെ തലയും വാലയൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി, അല്ലാതെ നമ്മൾ തോല് പൊളിക്കാനൊന്നും നിൽക്കണ്ട. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരേ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് വെല്ലുള്ളിയും ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വലിയ ഉള്ളി അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ചെറിയ ഉള്ളി പൊളിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ എന്തായാലും ഇതാണെങ്കിലും ഒരു കുഴപ്പമില്ല, പല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നമുക്കിതിലേക്ക് ഒരു കഷ്ണമല്ല ഒരു പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും കുരുമുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് എരിവ് അധികം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പച്ചമുളകൊക്കെ ആയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കിട്ടിയാൽ മതി, ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് നേരെ പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമുക്ക് ആ മസാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മസാല പരട്ടി വെച്ച മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഇത്ര എണ്ണയാട്ടോ എടുത്തേക്കുന്നത്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നല്ല ചൂടായ ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനിത് മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ സിമ്മാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല തടിയുള്ള അയല മീനായിരുന്നു കേട്ടോ. അതുകൊണ്ടൊന്ന് ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് സിമ്മാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കണം.
ഓൾറെഡി നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് ഈ മസാലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും അരിപ്പൊടി എന്തായാലും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക തന്നെ വേണം. കണ്ടില്ലേ, നമ്മൾ ഫസ്റ്റ് പക്ഷെ ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് മസാലയൊക്കെ. നമുക്ക് ഈ സമയത്ത് നമ്മുടെ കയ്യിൽ മസാലയൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ആ മസാലയും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. എന്തായാലും നമ്മൾ ഇനിയൊന്നും കൂടി തിരിച്ചിടുമ്പോൾ എന്തായാലും ആ മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും. മസാല ഒന്നും വേസ്റ്റ് ആക്കണ്ട. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇതുപോലെ തേച്ച് കൊടുത്തു കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മൾ മീൻ തിരിച്ച് മറിച്ചിട്ട് നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അരിവശം ഒന്നും മൊരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് എണ്ണയിലേക്ക് ഒന്ന് ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമുക്ക് എണ്ണയൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടെണ്ണം മാറ്റി. നമ്മൾ മൂന്നാമത്തത് ഞാൻ എടുത്തപ്പം അതിൻ്റെ ഒരു വശത്ത് ചെറുതായിട്ടൊന്ന് മുരിയാനുണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി. ഭാഗ്യത്തിന് മേലേക്കൊന്നും എണ്ണ ആയില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മൊരിച്ച് അതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ ആ സൈഡും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് പോയി കാണണം. അപ്പോൾ അത് നമ്മുടെ ലാസ്റ്റ് മീൻ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് അതും കൂടി മറ്റേ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിൽ ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ എണ്ണ കുറച്ചൊന്ന് മാറ്റി കൊടുത്തു കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള എണ്ണയിലേക്ക് ഞാൻ ഇതേപോലെ നമ്മൾ ചതച്ച് വെച്ച മസാല എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിതേപോലെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂണോളം ഉപ്പെടുത്താൽ മതി. മസാല നമ്മൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാല എപ്പോഴും കുറച്ച് കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റാണ് ഈ മസാല. അപ്പോൾ അതേപോലെ ഞാനൊന്ന് പരത്തി വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പം നമുക്കിതിനൊരു ചുവന്നൊരു കളറ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മുരണ്ടേ. ഇപ്പോൾ ഒരു കളറ് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കാശ്മീരി മുളക് അതില്ല എന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടിയെങ്കിലും നമ്മൾ ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. ഇപ്പം നല്ല സെറ്റപ്പായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മുരിഞ്ഞ് വന്ന ശേഷം നമ്മൾ മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ എടുത്ത് വെച്ച മീനുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്തതാട്ടോ. അതിനുശേഷം ഞാൻ മീൻ നമ്മൾ ഇപ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയില്ലേ ആ ചട്ടിയിലോട്ട് തന്നെ മാറ്റുന്നതാണ്. അതൊരു മസാലയൊക്കെ നല്ല ഡീപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഓരോന്നും ഉടയാതെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട്, മീനൊന്നും അങ്ങനെ ഉടയൊന്നുമില്ല കേട്ടോ. നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. നമുക്കിനി ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ചാൽ ആ മസാലേൻ്റെ ഫ്ലേവറൊക്കെ മീനിലോട്ട് അങ്ങ് ഇറങ്ങും. നല്ലൊരു ഡിഷാണ്. അപ്പോൾ അതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.